72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പുന്നമടക്കായൽ ഒരുങ്ങി. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. 22 ചുണ്ടനുകൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ പുന്നമടക്കായലിലെ ഓളങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ട് അല്പസമയത്തിനകം തങ്ങളുടെ പോരാട്ട വീര്യം കാഴ്ചവെക്കും. മാസങ്ങളായി നീണ്ട പരിശീലനമാണ്, വലിയ തോതിലുള്ള ഒരു ആവേശമാണ്. വള്ളംകളി പ്രേമികൾ ഒന്നാകെ ഇന്ന് പുന്നമടയിലേക്ക് ഒഴുകുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ ചേരുന്നുണ്ട്. എൽദോ പോളുണ്ട്, ഒപ്പം ശരണ്യ, സ്നേഹജൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി. എൽദോ, ശരണ്യ, നമസ്കാരം. ഈ വള്ളംകളിയുടെ ആവേശമെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. പൂരപ്രേമികളെ പോലെ തന്നെയാണ് വള്ളംകളി പ്രേമികളും. അവർക്ക് അവരുടേതായ ആവേശ പ്രകടനങ്ങളുണ്ട്, ആവേശ കാഴ്ചകളുണ്ട്. എന്തൊക്കെയാണ് രാവിലെ മുതൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ അവിടെ? ഇപ്പോഴേ എത്തിക്കാണുമല്ലോ വള്ളംകളി പ്രേമികളൊക്കെ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആലപ്പുഴക്കാരെന്നുള്ള നിലയിൽ എന്തായാലും വലിയ ആവേശം ഒരുപക്ഷെ അവിടെ ഇരിക്കുമ്പോഴും രഞ്ജിത്തിനും ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ തുഴത്താളത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ആവേശകരമായ ഒരുപക്ഷെ കായിക മാമാങ്കങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ കായിക ഇനത്തിലേക്കുള്ള കാഴ്ചകളിലേക്കുള്ള നിമിഷങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ന്യൂസ് 18 വാർത്താ സംഘം എത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഫിനിഷിംഗ് പോയിന്റിലാണ്, ഫിനിഷിംഗ് ലൈനിലാണ് നമ്മൾ ഉള്ളത്. തൊട്ടടുത്തായി നെഹ്റു പവലിയൻ ഉണ്ട്. അവിടെ വിശിഷ്ടാതിഥികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. ഉച്ചയോടുകൂടിയാണ് പ്രധാന ഉദ്ഘാടന സെഷൻ നടക്കുക. മുഖ്യമന്ത്രിയാണ് എത്തുന്നത്. ടൂറിസത്തിന്റെ വിവിധ പ്രതീക്ഷകൾ, അതായത് നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ച് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളുള്ള ഇടമാണ്. പക്ഷെ വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു വിഷമകരമായ സാഹചര്യമുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകും ഇന്നത്തെ ഈ ഒരു പരിപാടികളെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതിനുമപ്പുറം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ വള്ളംകളി എന്ന മാമാങ്കം, ഉത്സവ മാമാങ്കം ആലപ്പുഴയിൽ നടന്നു പോകുന്നത്. അതിൽ ഏറ്റവും വളരെ സന്തോഷകരമെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ജനകീയ ഉത്സവമാണ് എന്നുള്ളതാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ കഴിഞ്ഞാൽ 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇന്ന് 2 മണിയോടുകൂടി മനോഹരമായ മാസ്റ്റിന് ശേഷം ഈ കായലിൽ അണിനിരക്കുന്നത്. അത്യന്തം വാശിയേറിയ മത്സരം ആയിരിക്കും ഇത്തവണത്തേതും എന്ന് തന്നെ പറയാം. വള്ളംകളിയും വഞ്ചിപ്പാട്ടും ഒക്കെ ഇടകലർന്ന വളരെ ഓരോ നിമിഷവും താളത്തിനും പാട്ടിനുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള മത്സരം. അതിജീവനത്തിന്റെ മനുഷ്യരുടെ ഏറ്റവും വലിയ കൂടിച്ചേരലിന്റെ സന്തോഷത്തിന്റെ ഉത്സവം കൂടിയാണ് വള്ളംകളി. ഇത്തവണ വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന് തൊട്ട് മുമ്പ് വള്ളംകളി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് വള്ളംകളി സാധാരണഗതിയിൽ നടന്നു വന്നിരുന്നെങ്കിൽ പ്രളയവും ചില പ്രശ്നങ്ങളുമൊക്കെ അതിനെ പലതവണ തീയതികൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാറ്റിമറിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഓണത്തോടെ ഏറ്റവും അടുത്ത് ഇങ്ങനെ വള്ളംകളി വരുന്നൊരു സാഹചര്യമില്ല. ഓണ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വള്ളംകളി ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങുന്നെങ്കിലും ഓണം കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഓണത്തിന് തൊട്ട് മുമ്പ് വള്ളംകളി വന്നു എന്നുള്ളതാണ് ആളുകൾക്ക്, അതായത് ഓണാഘോഷം അങ്ങ് പിരിമുറുക്കത്തിൽ നിൽക്കുന്ന സമയത്ത് അതങ്ങ് ഒരു കൊട്ടിക്കയറുന്ന സമയത്ത് ഇവിടെ വള്ളംകളി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ഒഴുക്കായിരിക്കും ആളുകളുടേത് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു ആവേശത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് അറിയാം, വള്ളംകളി എന്ന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ട് നമുക്ക് ഒഴിവാക്കാനേ കഴിയില്ല. പ്രത്യേകിച്ച് താളനിമിഡമാണ് ഈ മത്സരം എന്ന് കൂടി പറയാം അല്ലേ? രാവിലെ തന്നെ എല്ലാവരും നല്ല ഐശ്വര്യമായിട്ട് സെറ്റ് മുണ്ട് കൊടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ? ഏത് ക്ലബ്ബ്, ഏത് വഞ്ചിപ്പാട്ട് ടീമാണ് നിങ്ങൾ? തലവടി. നിങ്ങളുടെ വള്ളം മത്സരിക്കുന്നുണ്ട്. പ്രതീക്ഷ എങ്ങനെയുണ്ട്? ഒന്നും ഇങ്ങോട്ടൊന്ന് ഇറങ്ങാവോ? നമുക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ്, അതായത് ഞാൻ ചോദിക്കട്ടെ, വീട്ടില് വള്ളംകളി ഇനിയിപ്പോ ഇവിടെ മത്സരം കാണാൻ നിൽക്കുന്നുണ്ട്? മത്സരം കണ്ടേ പോകുന്നുള്ളൂ. കണ്ടിട്ടേ പോകുള്ളൂ. തലവടി കരക്കാരാണ്. ഒരു പക്ഷേ 2 വർഷമായുള്ളല്ലേ തലവടി ചുണ്ടൻ ഇറങ്ങിയിട്ട്? അപ്പോ നിങ്ങൾക്ക് ഈ തലവടി ചുണ്ടൻ ഇറങ്ങുന്ന സമയത്തും ഭയങ്കര ഒരു ആവേശമായിരുന്നു അല്ലേ അവിടെ? ഞാൻ അതിന്റെ ഒരു നിർമ്മാണ ഘട്ടവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ 2 വർഷമായിട്ടുള്ളെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു വള്ളം കൂടിയാണ് അല്ലേ? അതുകൊണ്ട് വന്ന ഒരാളുണ്ട്, ഇത് നല്ല പ്രായമുള്ള ഒരാൾ കൂടി ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഈ സൗണ്ട് വന്നു തുടങ്ങുമ്പോൾ നമ്മളങ്ങ് ഞെട്ടിപ്പോകുന്നതാണ് അല്ലേ? എത്ര വയസ്സുണ്ട് അമ്മച്ചി? 76 വയസ്സ്. 76 വയസ്സ്. എത്ര വയസ്സ് തൊട്ട് ഇത് പാടാൻ തുടങ്ങിയതാ? ചെറുപ്പം തൊട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പം പ്രായം, ഇപ്പം വിമിഷ്ടമൊക്കെ ഉള്ളത് പാടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ കൂടെ പാടുന്നുണ്ടല്ലോ.
അതൊക്കെ ചുമ്മാതാ കേട്ടോ. ഇത് നിങ്ങൾ ഈ എനർജി ഒന്ന് കണ്ടോണം, ഈ പെർഫോമൻസ് ഒന്ന് കണ്ടോണം. പേരെങ്ങനെയാ? പൊന്നമ്മ ചന്ദ്രാസൻ. ഓക്കെ, അപ്പൊ ആരാ ടീം ലീഡർ? ആരാ ആണോ? നിങ്ങൾ മുന്നോട്ട് വന്നിരുന്ന നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് കണ്ടു തന്നെ തുടങ്ങാം. ഒന്ന് പാടി തുടങ്ങിയാലോ? ഒന്ന് നിന്നാലോ? എല്ലാവരും ഒന്ന് നിന്നാലോ? പാടാം. പാലിയ ശ്രീരാമദേവൻ ദൈതൈതോ ശ്രീരാമദേവൻ ചെയ്തോരാനന്ദരം തകതൈ തകതൈ തകതകതോ വാഴിച്ചു ശ്രീരാമദേവൻ ദൈതൈതോ പാലിക ശ്രീരാമദേവൻ കുല ചെയ്തോരാനന്ദരം താനിക ശ്രീരാമദേവൻ കുല ചെയ്തോരാനന്ദരം തകതൈ തകതൈ തകതകതോ തീരിത്തൈ താരകതികളെ വാഴിച്ചു സുഗ്രീവനെയും വാഴിച്ചു സുഗ്രീവനെയും താരയും കൂടെ വാഴിച്ചു സുഗ്രീവനെയും താരയും കൂടെ വാഴിച്ചു സുഗ്രീവനെയും താരയും കൂടെ തകതൈ തകതൈ തകതകതോ തീരിത്തൈ താരകതികളെ ആരോമൽ പെണ്ണാകുമേ ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു തകതാരിൽ വെന്തുരുകി തകതൈതൈതോ തകതാരിൽ വെന്തുരുകിയിരുന്നു രാമൻ തകതാരിൽ വെന്തുരുകിയിരുന്നു രാമൻ തകതൈ തകതൈ തകതകതോ തീരിത്തൈ താരകതികളെ ആരോമൽ പെണ്ണാകുമേ തകതൈതൈതോ ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു തകതാരിൽ വെന്തുരുകി തകതാരിൽ വെന്തുരുകിയിരുന്നു രാമൻ തകതാരിൽ വെന്തുരുകിയിരുന്നു രാമൻ തകതൈ തകതൈ തകതകതോ തീരിത്തൈ താരകതികളെ അപ്പൊ അതാണ് കുട്ടനാട്ടിലെ മറ്റേ ആലപ്പുഴയിലെ വെപ്പ് വള്ളങ്ങളൊക്കെ. എൽദോയും ഉണ്ട് കൂടെ, അതുകൊണ്ട് എൽദോയിലേക്ക് കൂടെ. ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത്. കണ്ടില്ലേ പെർഫോമൻസ് കണ്ടില്ലേ? അതാണ് പെർഫോമൻസ്. ഞാൻ പറയാം ഒരു കാര്യം. രഞ്ജിത്ത്, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് ഉമ്മ എന്ന ചേച്ചിയായി വന്നേ. കഴിഞ്ഞ തവണ ഇതുപോലെ വഞ്ചിപ്പാട്ട കഴിഞ്ഞ് എനിക്ക് നല്ലൊരു ഉമ്മ തന്ന വിട്ടത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്നിട്ട് പെട്ടെന്ന് ഓർമ്മ നാണം നാണം കഴിഞ്ഞ പ്രാവശ്യത്തെ നാണക്കാരി ഇത്തവണ വന്നില്ല. നമ്മള് മറക്കില്ലായിരുന്നു. എന്റെ ഫോട്ടോ ഉണ്ട് കണ്ടോ? ഇപ്പഴാ നാണം കണ്ടോ? മുഖത്ത് നാണം ഉണ്ട്. എന്നോട് ശേഷം സുഖമായിരിക്കുന്നോ? അടിപൊളി. ഇത്തവണ ആര് ജയിക്കും? തലവടി ജയിക്കുന്നു അല്ലേ? തലവടിക്ക് വേണ്ടി ആഞ്ഞിറങ്ങിക്കോണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അടിപൊളി തകർക്കണം. ഓക്കെ. ഇനി രഞ്ജിത്ത്, ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പൊ ശരണ്യ ഇവരെ പരിചയപ്പെടുത്തി. ഞാൻ വേറൊരു ടീമിന് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. വാ ശരണ്യ വാ. അപ്പൊ ഇതും വേറെ ഒന്നല്ല, തലവടിയിൽ തന്നെയാണ് അല്ലേ? നിങ്ങൾ സിസ്റ്റർ കൺസേൺസ് ആണോ? വലിയ ടീം, ഞങ്ങൾ കൊച്ചു ടീം. ഓഹോ, നിങ്ങൾ ജൂനിയർ ആണോ? അവര് വലിയ ടീം, ഞങ്ങൾ കൊച്ചു ടീം. അപ്പൊ ഈ യൂണിഫോം രണ്ടാണല്ലോ. അത് കുഴപ്പമില്ല. ഇതിന് കൈകൊട്ടി കളിക്കാരുണ്ട്, അത് വഞ്ചിപ്പാട്ടുകാരുണ്ട്. ഓക്കെ. അപ്പൊ ഇത് തന്നെ ഇവര് മെയിൻ കൈകൊട്ടിക്കളിയാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. ഈ കൈകൊട്ടിക്കളി ഉണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്, നാടൻപാട്ടുണ്ട്, എല്ലാം പോകും. വേണ്ട, അവിടെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ സംഘത്തിന്റെ പേരുണ്ടല്ലോ, അരങ്ങ് തലവടി. അപ്പൊ അരങ്ങ് തലവടി ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീരമായ ആദ്യം കൈകൊട്ടിക്കളിയല്ലേ, ഒരു കൈകൊട്ടിക്കളി കാണണം. തകർക്കണം. ഓക്കെ. അപ്പൊ പാട്ട് ബോക്സിൽ വരും. ഓക്കെ, ശരി. ഓക്കെ, റെഡി, സെറ്റ്. ഇപ്പൊ വരും പാട്ട്. കാളി കരിങ്കാളി കാളി കരിങ്കാളി കാളി കരിങ്കാളി